ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നോൺ വെജ് പിക്കിളിൻ്റെ ആണ്. ചൂര കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു മീനച്ചാറ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന. ഞാനിവിടെ 2 കിലോ ചൂര കഴുകി വൃത്തിയാക്കി മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വറുത്തിട്ടാണ് അച്ചാറിടുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് കുറച്ച് കൂടിയാലോ കുറഞ്ഞാലോ കുഴപ്പമില്ല, നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പം അത് ബാലൻസ് ആയിക്കോളും. പിന്നെ ഇതിൽ കൂടുതൽ മസാലകളുടെ ഒന്നും ആവശ്യമില്ല. സാധാരണ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. പക്ഷെ ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തന്നേ ഉള്ളൂ. 2 കിലോ മീനിനാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിരിക്കുന്നത്. കൂടുതൽ മസാല ഒന്നും ഇത് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ സമയത്ത് ഈ മസാല എല്ലാം എണ്ണയിൽ പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഈ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇത് ഇനി 1 മണിക്കൂർ വെച്ചതിന് ശേഷം വറുത്തെടുക്കാം. ഇനി മീൻ വറുത്തെടുക്കാൻ പോവാണ്. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ വെച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കിലോ മീൻ എടുത്തിരിക്കുന്നത് കൊണ്ട് ഒരുമിച്ച് വറുത്ത് തീരത്തില്ല, പല ബാച്ചായിട്ട് വറുത്തെടുക്കേണ്ടി വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മീന് കുറച്ചുകൂടി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാവുന്നതാണ്. സാധാരണ മീൻ വറക്കുന്നത് പോലല്ല മീനച്ചാറിന് വറുത്തെടുക്കുന്നത്. നല്ല ഡീപ്പായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ മീനച്ചാർ കൂടുതൽ നാൾ ഇരിക്കത്തുള്ളൂ. മീൻ്റെ കഷ്ണങ്ങൾക്കുള്ളിൽ വെള്ളം നിന്നാൽ മീനച്ചാർ പെട്ടെന്ന് കേടായി പോകും. ഒരു സൈഡ് നല്ല ഫ്രൈ ആയി കിട്ടുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ കൂടുതൽ മസാല ചേർത്ത് കൊടുത്താൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ മസാല എല്ലാം എണ്ണയിലോട്ട് പോകും. അതുകൊണ്ട് ഈ ഒരു രീതിക്ക് ഫ്രൈ ചെയ്യുന്നതാവും നല്ലത്. ഇപ്പം മീൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഞാനിവിടെ മീന് കുറച്ച് തൊലിയോടുകൂടെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത് വരുമ്പോൾ ഇത് പ്രത്യേകിച്ച് അറിയത്തൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് തൊലി വേണമെങ്കിൽ കളയുകയും ചെയ്യാം. ഇതുപോലെ മൊത്തം മീനും വറുത്തെടുക്കാം. ഇനി അച്ചാർ തയ്യാറാക്കാനായി തുടങ്ങാം. അതിനുവേണ്ടി ചൂടായ എണ്ണയിലേക്ക് 2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മീൻ വറുത്ത എണ്ണ അരിച്ചെടുത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ കൂട്ടത്തിലേക്ക് നല്ലെണ്ണ മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇതിലേക്ക് ഞാൻ 1/2 കിലോയുടെ അടുക്കൽ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അച്ചാറിൽ എത്ര ചേർക്കാവോ അത്രയും നല്ലതാണ്. ഇത് വേണമെങ്കിൽ ചെറുതായിട്ടും അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇട്ടിട്ടേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞ് തന്നെ ഇഞ്ചി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 15 വലിയ പച്ചമുളകും ഇട്ടിട്ടുണ്ട്. കുറച്ചേറെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ ഇനി നന്നായിട്ട് ഫ്രൈ ആയി വരുന്നതാണ് പരുവം. ഇപ്പൊ ഇത് ഫ്രൈ ആയി വരുന്നുണ്ട്. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വറുത്ത് കിട്ടിയില്ലെങ്കിൽ ഇത് അധികം നാൾ ഇരിക്കത്തില്ല, പെട്ടെന്ന് തന്നെ കേടായി പോവും. പക്ഷെ നിങ്ങൾ ഫ്രിഡ്ജ് വെക്കാനാണെങ്കിൽ കുഴപ്പമില്ല, പുറത്ത് വെക്കാനാണെങ്കിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പൊ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ച് മുളക് പൊടിയുടെ അളവ് വ്യത്യാസം വരുത്തണേ. ഈ കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇത്രയും മസാലയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് കുറെ സമയം ഇതിട്ട് വഴറ്റിയെടുക്കണം. അല്ലെങ്കിൽ അച്ചാറിന് ഒരു രുചിയൊന്നും കാണത്തില്ല. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഇത് ഒരു 6-7 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പം മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഇപ്പം മീനിന്റെ ആ കളർ കണ്ടോ? മീൻ ഇത്രയും തന്നെ ഡീപ്പ് ഫ്രൈ ആയിട്ട് ചെയ്തെടുക്കണേ. കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. ഇനി ഈ മീനും മസാലയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഈ മീനും മസാലയും കൂടെ തന്നെയിട്ട് കുക്ക് ചെയ്യണം. ഇനി ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വിനാഗിരിയാണ് ഒഴിച്ചിരിക്കുന്നത്. വിനാഗിരി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് തന്നെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വിനാഗിരി തിളച്ച് വറ്റി പോകുന്നതാണ് കണക്ക്. ായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ എണ്ണ ഒന്ന് ചൂടായി വരണം. നിങ്ങൾ ഫ്രിഡ്ജിൽ ഇത് സൂക്ഷിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരളവിൽ നല്ലെണ്ണ ചേർത്താൽ മതി. അതേസമയം പുറത്താണ് വെക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ നല്ലെണ്ണ ചേർക്കണം. നന്നായിട്ട് എണ്ണ മൂടിക്കിടക്കണം. എന്നാൽ മാത്രമേ അച്ചാർ കുറേ നാൾ കേടാവാതെ ഇരിക്കത്തുള്ളൂ. ഞാൻ ആദ്യം നമ്മൾ മസാല ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് നല്ലെണ്ണ ചേർത്തില്ലായിരുന്നു. നല്ലെണ്ണയും സൺഫ്ലവർ ഓയിലും കൂടെ ഒരുമിച്ച് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് അത് വല്ലാതെ അങ്ങ് പതഞ്ഞു പോകും. പിന്നെ നമുക്ക് ക്യാമറയിൽ ഒന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സമയത്ത് ചേർക്കാം കേട്ടോ. ഞാൻ അന്നേരവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ലെണ്ണ നന്നായിട്ട് ചൂടായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് പിക്കിൾ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു 8-10 മണിക്കൂർ ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ മസാലയൊക്കെ ഈ കഷ്ണങ്ങളോട് നന്നായിട്ട് തന്നെ പിടിക്കും. നിങ്ങൾ ഈ രീതിയിലല്ല ഫിഷ് പിക്കിൾ ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.